Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂർ നഗരവികസന പ്രവൃത്തിയുടെ പൂർത്തീകരണം ഇനിയും വൈകും. 2 കെട്ടിടuടമകൾ കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയതാണ് വികസന പ്രവൃത്തിക്ക് തിരിച്ചടിയായത്. നഗരവികസനവുമായി ബന്ധപ്പെട്ട് നടന്ന സർവകക്ഷി യോഗത്തിൽ എംഎൽഎക്കും നഗരസഭയ്ക്കും പൊതുമരാമത്ത് വകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനമുണ്ടായി. സ്റ്റേ നീക്കാനുള്ള നടപടി വൈകുന്നതിലായിരുന്നു വിമർശനം. 6 മാസം പിന്നിട്ടിട്ടും നഗരവികസനം എങ്ങുമെത്താത്തത് നിലമ്പൂർ നഗരത്തെ ആശ്രയിച്ച് കച്ചവടം ചെയ്യുന്ന വ്യാപാരികളെ കാര്യമായി ബാധിച്ചതായി വ്യാപാരി സംഘടനാ പ്രതിനിധികൾ യോഗത്തിൽ അറിയിച്ചു. നിലവിൽ കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയ 2 കെട്ടിട ഉടമകൾ തുടക്കം മുതൽ തന്നെ വികസന പ്രവൃത്തിയോട് തലതിരിച്ചു നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അന്ന് ഇവരുടെ എതിർപ്പ് താൻ നേരിട്ട് പരിഹരിക്കാമെന്ന് എംഎൽഎ നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്നും വിമർശനമുണ്ടായി. കെട്ടിട ഉടമകൾ സ്റ്റേ വാങ്ങിയിട്ടും ഇത് നീക്കം ചെയ്യാൻ പൊതുമരാമത്ത് വകുപ്പോ നഗരസഭയോ കാര്യക്ഷമമായ ഇടപെടൽ നടത്തിയില്ലെന്നും ചിലർ ആരോപിച്ചു. സ്റ്റേയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്ക് നഗരസഭയുടെ വക്കീലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് നഗരസഭയെ പ്രതിനിധീകരിച്ചവർ മറുപടി നൽകി. 98% കെട്ടിട ഉടമകളും നഗരവികസനത്തിന് സൌജന്യമായി ഭൂമി വിട്ടു നൽകിയിട്ടും ഇതിനോട് സഹകരിക്കാതെ കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയ കെട്ടിട ഉടമകളെ യോഗത്തിൽ പങ്കെടുത്തവർ വിമർശിച്ചു. നാടിന്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്നവരെ ഒറ്റപ്പെടുത്തണമെന്നും അഭിപ്രായമുയർന്നു. നിലവിൽ വിട്ടുകിട്ടിയ ഭാഗത്തെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും ഭൂമി വിട്ടു നൽകാത്ത 2 കെട്ടിട ഉടമകളുമായി തുടർ ചർച്ച നടത്തി ഭൂമി ലഭ്യമാക്കാൻ ശ്രമം തുടരണമെന്നും ചിലർ ആവശ്യപ്പെട്ടു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതിനാൽ തന്നെ നഗരവികസനം പൂർത്തീകരിക്കാൻ ഇനിയും കാലതാമസം എടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പോലീസ് സ്റ്റേഷൻ, വനംവകുപ്പ്, പോസ്റ്റ് ഓഫീസ് എന്നീ സർക്കാർ സ്ഥാപനങ്ങളോട് ചേർന്ന ഭൂമി വിട്ടുകിട്ടാൻ നഗരസഭയും പൊതുമരാമത്ത് വകുപ്പും നടപടി ആരംഭിച്ചതായും അധികൃതർ പറഞ്ഞു. നിലമ്പൂർ പൊതുമരാമത്ത് വിശ്രമ മന്ദിരത്തിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയാക്ന തോപ്പിൽ, വ്യാപാരി സംഘടനാ പ്രതിനിധികളായ വിനോദ് പി മേനോൻ, യു നരേന്ദ്രൻ, കെട്ടിട ഉടമകളുടെ പ്രതിനിധി ഷെഫി, നഗരസഭാ കൌൺസിലർ റഹ്മത്തുള്ള, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി ഹരിദാസൻ, എം എ വിറ്റാജ്, എം മുജീബ് റഹ്മാൻ, ജോർജ് തോമസ്, അബ്ദുട്ടി പൂളയ്ക്കൽ, നിലമ്പൂർ വികസന സമിതി പ്രസിഡന്റ് അഹമ്മദ് കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തില്ല. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. 1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി.